നമസ്കാരം. പെപ്പേശ്ശേരി കോയന്നമ്പൂരി. പല കുടുംബങ്ങളിൽ താമ്പൂല പ്രശ്നം വയ്ക്കുമ്പോഴും അഷ്ടമംഗലം വയ്ക്കുമ്പോഴും ചില കുടുംബ പ്രശ്നം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ മിക്കവാറും കാണാറുണ്ട്, ഗുരുവായൂർക്കൊരു വഴിപാട് നേർന്ന് മുടങ്ങി, ഏറ്റുമാനൂർക്കൊരു വഴിപാട് നടന്ന് മുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ചോറ്റാനിക്കരയ്ക്കൊരു വഴിപാട് നടന്ന് മുടങ്ങി കിടപ്പുണ്ട് എന്ന്. ശരിക്ക് അത് യുക്തിയായിട്ട് ചിന്തിക്കാം. നമുക്ക് വഴിപാട് ശരിക്കും നേരാവോ? അതൊരു ചോദ്യമായിട്ട് കണക്കൂട്ടാം. വഴിപാട് നേർന്നാൽ അത് മുടങ്ങാവോ? ഈ രണ്ട് കാര്യത്തിലൊന്ന് ഉത്തരം നമുക്കൊന്ന് തേടാം. എൻ്റെ മോൾക്ക് ജോലി കിട്ടിയാൽ തുലാഭാരം നടത്താം, ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തുലാഭാരം ഇല്ല. അങ്ങനെ നേരുന്ന ഒരു ഔചിത്യമാണോ? എൻ്റെ കുട്ടിക്ക് നല്ല വിവാഹം നടന്നാൽ 3 കദളിക്കൊല വയ്ക്കാം, നല്ല വിവാഹം നടന്നില്ലെങ്കിൽ കദളിക്കൊലയും വയ്ക്കില്ല എന്നാണല്ലോ. ഭഗവാന് ശക്തി ഉണ്ടെങ്കിൽ ചെയ്താൽ ഞാൻ കൈക്കൂലിയായിട്ട് ഇത്ര തരാം. അതല്ലേ ഈ നേർന്ന് വയ്ക്കുന്നതിൻ്റെ ഒരു രീതി. മറ്റു രീതി നേരാറുണ്ട്. കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ചോറൂണ് അവിടെ നടത്താം, തുലാഭാരം നടത്തിക്കോളാം. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറ്റുള്ളൂ, കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് പറ്റാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് എൻ്റെ മകളെയും മരുമകനെയും കൂടെ അവിടെ തൊഴിയിപ്പിച്ചോളാം, പാൽപ്പായസം കഴിപ്പിച്ചോളാം. അതിനൊക്കെ നമുക്ക് നേരാറുണ്ട്. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുട്ടിയുണ്ടായി, കുട്ടിയുടെ ചോറൂടും കഴിഞ്ഞിട്ട് പോലും ഈ തൊഴിയിപ്പിക്കൽ നടന്നിട്ടില്ലേ, അവിടെയാണ് ഈ വഴിപാട് മുടങ്ങുക എന്ന് പറഞ്ഞ അവസ്ഥ. ഒരു ചെറിയ നെയ്വിളക്കാകാം, 1 രൂപയുടെ നാണയമാകാം, ഒരു ഗംഭീര വഴിപാടാവാം, ഒരു ദിവസത്തെ പൂജയാകാം, ഒരു നിലവിളക്കാവാം, 1 മീറ്റർ ചുവന്ന പട്ടാവാം. പല കാര്യങ്ങളും നമ്മൾ പലതും നേർന്ന് വെക്കാറുണ്ട്. 2 കാര്യം ഉറപ്പിക്കുക. വഴിപാട് നേരുമ്പോൾ അത് നടന്നാൽ ഞാനിത് ചെയ്യാം എന്ന് പറയണ്ട. ഭഗവാനെ അത് നടത്തണേ, ഞാനിത് ചെയ്യും, നടന്നില്ലെങ്കിലും ചെയ്യണം. അങ്ങനെ ആവണം. ഭഗവാനോട് ഒരിക്കലും മത്സരബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കരുത്. അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്തു തരാം, ഒരു കൈക്കൂലിയായിട്ട് ഭഗവാനെ കാണരുത്. ഭഗവാൻ എനിക്കത് നടത്തിത്തരണം, അന്നത്തെ സാമ്പത്തികം അനുസരിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചോളാം, അല്ലെങ്കിൽ അതിന് മുമ്പ് പൈസ കിട്ടിയാൽ ഞാൻ ചെയ്യാം, അങ്ങനെയൊക്കെ നേരാം. രണ്ടാമത്, വഴിപാട് നേർന്ന് മുടങ്ങുന്ന കഥ. നിങ്ങളൊരു ദിവസത്തെ പൂജ നേർന്നു, ഇപ്പോൾ ഒരു അസുഖത്തിന് ആശുപത്രിയിൽ പോയി, കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വന്നാൽ ഒരു ദിവസത്തെ പൂജ കഴിക്കാം എന്ന് നേർന്നു എന്ന് വയ്ക്കുക. ആശുപത്രി കിടക്കാൻ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നേർന്ന അദ്ദേഹം വന്നു, തിരിച്ചു വന്നു, അത് കഴിഞ്ഞ് മഴക്കാലമായി, അങ്ങനെയായി ഇങ്ങനെയായി, ഈ പൂജ ഇങ്ങനെ നീണ്ട് പോവുക. അപ്പോൾ ഈ പൂജ ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞേക്കണതാണ്. ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺ പോലെയാണ്. നിലവിൽ ഭഗവാനൊരു പൂജ നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കടക്കാരനാണ് നമ്മളപ്പം. നമ്മൾ കടക്കാരനായി കഴിയുമ്പോൾ ഭഗവാൻ നമുക്ക് സമൻസ് അയക്കും. ഈ കൊടുക്കാത്ത പ്രശ്നത്തിന് ഇങ്ങോട്ട് സമൻസ് അയക്കും. എന്തിനാണോ നമ്മൾ നേരുന്നത്, എപ്പോഴാണോ നമ്മുടെ അവധി, അത് കൃത്യമായി പാലിക്കാതെ നമ്മൾ ചെയ്താൽ നല്ല അനുഭവമല്ല, ദുരനുഭവങ്ങൾ ഉണ്ടാവണം. നമുക്ക് കാണാം, പല ആൾക്കാരും വളരെ വയസ്സായിട്ട് ഇങ്ങനെ ജീവനുണ്ടോ, ജീവനില്ല, ജീവനുണ്ട്, ജീവനില്ലേ, ജീവനില്ല, ഇങ്ങനെ വിഷമിച്ച് ഭക്ഷണമൊന്നും കഴിയാതെ ഇങ്ങനെ കിടപ്പാ. ഓടി വരും, അമ്മ കിടപ്പാ തിരുമേനി, നോക്കാൻ പറ്റില്ല, ഇങ്ങനെ മലമൂത്രമൊക്കെ അവിടെ പോവുക, ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടാൻ എന്താ മാർഗം എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യനെ കാണാൻ വരും. അപ്പോൾ എന്തെങ്കിലും വഴിപാടുകൾ നേർന്ന് മുടങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും ശാപതാപങ്ങളുണ്ടോ, മാറണമെന്ന് പറഞ്ഞ് പരദേവതയ്ക്ക് ഒരു പിടി നാണയം ഒഴിഞ്ഞങ്ങ് വെക്കാൻ പറയും. അപ്പം തന്നെ ഇതിന് മാറ്റാവും. എന്താ അതിന് കാരണം? ചിലപ്പം ഒരു അമ്പലത്തിലേക്ക് ഒരു വിളക്ക് നേർന്ന് മുടങ്ങിയിട്ടുണ്ടാവും. ആ വിളക്ക് കരിക്കുന്നിടം വരെ ജീവൻ ഇവിടെ കിടക്കും, അതിൻ്റെ ദുരിതം കിടക്കും. SLCക്ക് നല്ല മാർക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ പട്ട് മേടിച്ച് കൊടുത്തേക്കാം, +2 ആയിട്ടും മേടിച്ച് കൊടുത്തില്ല, പക്ഷേ +2 പൊട്ടിപ്പോവും കൊച്ച്. കാരണം SLCയുടെ കടം കിടക്കുക, പിന്നെ എങ്ങനെയാണ് +2 പാസ്സാവണേ? അല്ലെങ്കിൽ ജോലിയിലേക്ക് വരുമ്പോൾ പ്രശ്നമാവും. അപ്പം ഭഗവാനോട് പറയുന്ന അങ്ങോട്ടൊരു വാഗ്ദാനമായിട്ടൊരു കാര്യം പറയണ്ട,
പ്രാർത്ഥനയായിട്ട് മതി, എല്ലാം പ്രാർത്ഥനയായിട്ട് ഇതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. ആ പ്രാർത്ഥന എപ്പോഴാണോ ആ സംഭവം തീരുന്നത് ആ സമയത്ത് തന്നെ മുടങ്ങാതെ ചെയ്യുക, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ തിരുമേനി ഞങ്ങളിപ്പോൾ ദുബായിലാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? നാട്ടിൽ വന്നാലേ വഴിപാട് നടത്താൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ഒരു പിടി നാണയം ആ വഴിപാടിലേക്കായിട്ട് പ്രായശ്ചിത്തമായി എടുത്ത് ഒഴിഞ്ഞങ്ങ് വെച്ചോളൂ, നാട്ടിൽ വന്ന് നടത്താമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ നാണയം നടക്കൽ വെച്ചിട്ട് ഈ വഴിപാട് നടത്തിക്കോളൂ. അപ്പോൾ അടുത്തയാൾ വഴിപാട് നേർന്നു, സത്യമാണ്, മുടങ്ങിപ്പോയി, 3 വർഷമായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക തിരുമേനി? അതിനും ഇത് തന്നെ പരിഹാരം. ഒരു പിടി നാണയം പ്രായശ്ചിത്തമായി നടക്കി വയ്ക്കുക, ഭഗവാനെ മാപ്പാക്കണേ, ക്ഷമ ചോദിക്കുക. അദ്ദേഹം ക്ഷമിക്കും. എന്നിട്ടോ അദ്ദേഹത്തോട് പറയാം, ഇങ്ങനെയൊക്കെ അബദ്ധം കൊണ്ടാണ് പറ്റിയത്, ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നടത്തുക. ഈ ഭഗവാനോട് മാത്രം സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. നമ്മളിവിടെ ഇരുന്നൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം എവിടെയായാലും കേൾക്കും. അങ്ങനെയാണല്ലോ നമ്മൾ വഴിപാട് നിശ്ചയിക്കണേ. ഇന്നത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിലപ്പം തിരുവനന്തപുരത്ത് ഇരുന്ന് ഗുരുവായൂർക്ക് വഴിപാട് നിശ്ചയിക്കും, തൃശ്ശൂർ ഇരുന്നുകൊണ്ട് പത്മനാഭസ്വാമിക്ക് വഴിപാട് നിശ്ചയിക്കും. അത് അദ്ദേഹം അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാചകങ്ങളും നമ്മൾ ചെയ്യുന്ന വാക്കുകളും ഭഗവാൻ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാൻ കേൾക്കും എന്നൊരു സങ്കല്പത്തിലൂടെയാണ് ഓരോ പ്രാർത്ഥനകളും നാമജപങ്ങളും നമ്മൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇതുപോലെ നിശ്ചയദാർഢ്യങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും അതുപോലെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ സംസ്കൃതി അതാണല്ലോ. നമ്മുടെ സംസ്കൃതി എന്താ പറയണേ? ഞാൻ എത്രയോ തവണ പറഞ്ഞേക്കണാണ്, നമ്മൾ സംസാരിക്കുന്ന എല്ലാം മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രം ഉപയോഗിക്കുന്ന ഭവ്യതയോടുകൂടിയേ സംസാരിക്കാവുള്ളൂ. അതാണ് ഹിന്ദു സംസ്കൃതി. അതുതന്നെയാണ് നമ്മുടെ മേൽക്കോയ്മയും. ഇത്രയും എന്താ പറയണേ, ആംഗലേയ അധിനിവേശം ഉണ്ടായിട്ടും ഇന്നും നശിക്കാതെ ഇത്രയും കാര്യരുമ്പോട് കൂടി നമ്മുടെ സംസ്കൃതി കൊള്ളുന്ന എന്താ? നമ്മുടെ സംസ്കൃതിയുടെ പവറാണത്, ശക്തിയാണ്, ഓജസ്സാണ്, തേജസ്സാണ്. അപ്പോൾ ഒന്ന് മാത്രം, ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വഴിപാട് വിഷയങ്ങളിൽ പ്രാർത്ഥനാരൂപേണയുള്ള നിശ്ചയം മതി. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് ചെയ്യുക. ഇതുവരെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തമായി നാണയനിധി സമർപ്പിച്ച് ആർക്കും ചെയ്യാം. ഇനി അങ്ങോട്ട് ഭഗവാനെ പറ്റിക്കുന്ന രീതിയിലാവരുത്, വില പേശുന്ന രീതിയിലാവരുത്, പ്രാർത്ഥനയായിട്ട് മതി. അത് നിങ്ങളുടെയും നിങ്ങളുടെ പരമ്പരയ്ക്കും നന്മയെ പ്രദാനം ചെയ്യും. നന്ദി, നമസ്കാരം.